നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓർണിത്തോളജി, ഹേമറ്റോളജി, ഹെർപ്പറ്റോളജി, ആൻഡോളജി. ഹെർപ്പറ്റോളജിയാണ് ശരിയായ ഉത്തരം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെ? ഏതൻസ്, പാരീസ്, ജർമ്മനി, ഒമാൻ. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏതൻസിലായിരുന്നു. വനസ്പതി നിർമ്മാണത്തിനുപയോഗിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, സൾഫർ. വനസ്പതി നിർമ്മാണത്തിനുപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏത്? കുന്തലത, നൃത്തം, ഇന്ദുലേഖ, അവകാശികൾ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായിരുന്നു നൃത്തം. ലോകത്തിലാദ്യമായി വിമാനം പറത്തിയ തീയതി? 1903, 1904, 1905, 1906. 1903 ഡിസംബർ 17-നായിരുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് റബ്ബർ കൃഷി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത്? കർണാടക, ആസാം, മണിപ്പൂർ, കേരളം. റബ്ബർ കൃഷിയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം? 1942, 1941, 1945, 1940. 1941-നായിരുന്നു. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ട്? 16, 15, 14, 17. പശ്ചിമഘട്ടത്തിൽ ആകെ 16 ചുരങ്ങളാണ് ഉള്ളത്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്, ഇടുക്കി, തിരുവനന്തപുരം, മലപ്പുറം. കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെ? മലപ്പുറം, വയനാട്, കോട്ടയം, കൊല്ലം. വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായത് എവിടെ? നെയ്യാറ്റിൻകര, വടകര, കുറ്റ്യാടി, പറവൂർ. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായത് നെയ്യാറ്റിൻകരയിലാണ്. പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? മൂവാറ്റുപുഴ, പുനലൂർ, അങ്കമാലി, കുട്ടനാട്. പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് പുനലൂരാണ്. പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാരമുണ്ടായിരുന്ന ജില്ല ഏത്? കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം. കൊല്ലം ജില്ലയായിരുന്നു. കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെ? മാവേലിക്കര, കുന്നംകുളം, തെന്മല, വഴുതക്കാട്. കേരളത്തിലെ വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാടാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂർ, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആദ്യ പഞ്ചവത്സര ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്, കൊല്ലം, കോട്ടയം, മലപ്പുറം. വയനാട് ജില്ലയിലാണ്. താലിബാൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്ത്? വിദ്യാർത്ഥി, അധ്യാപിക, നാട്ടുകാർ, സുഹൃത്ത്.
താലിബാൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വിദ്യാർത്ഥി എന്നാണ്. രാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണമടഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യം ഏത്? സ്വീഡൻ, വത്തിക്കാൻ, സിറിയ, ജുനഗഡ്. സിറിയയായിരുന്നു. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അയ്യപ്പദാസ്, EMS നമ്പൂതിരിപ്പാട്, M മുകുന്ദൻ, കാളിദാസ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഹിമാലയൻ സുനാമി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ഉത്തരാഖണ്ഡ്, ഉക്രൈൻ, ഉത്തർപ്രദേശ്, ഹരിയാന. ഹിമാലയൻ സുനാമി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തരാഖണ്ഡിലായിരുന്നു. 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനായിരുന്നു? ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അയിത്തം, പട്ടിണി. പാലിയം സത്യാഗ്രഹം അയിത്തത്തിനെതിരെയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1935, 1934, 1936, 1933. ക്ഷേത്രപ്രവേശന വിളംബരം 1936 CBIയുടെ കേരള യൂണിറ്റിൻ്റെ ആസ്ഥാനം എവിടെ? നിലമ്പൂർ, മാഹി, കൊച്ചി, കോയമ്പത്തൂർ. CBIയുടെ കേരള യൂണിറ്റിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ഗാന്ധിജി വിവാഹം കഴിച്ച വർഷം ഏത്? 1880, 1879, 1881, 1878. 1881 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം പാസാക്കിയ വർഷം? 1954, 1953, 1956, 1952. 1956 ക്യാൻസർ രോഗങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന കുർക്കുമിൻ അടങ്ങിയ വസ്തു ഏത്? ഇഞ്ചി, തുളസി, മഞ്ഞൾ, ആര്യവേപ്പ്. മഞ്ഞളിലാണ്. സ്വാമി ആനന്ദതീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? കോട്ടയം, കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് കണ്ണൂരിലായിരുന്നു. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം? 1965, 1964, 1968, 1935. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968. എൻഡോസൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല ഏത്? പത്തനംതിട്ട, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. എൻഡോസൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല കാസർഗോഡാണ്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി, മഹാനദി, നർമ്മദ, യമുന. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? KM പണിക്കർ, പണ്ഡിറ്റ് കറുപ്പൻ, K കേളപ്പൻ, അയ്യങ്കാളി. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് KM പണിക്കർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിതമായത് എവിടെ? മേഘാലയ, ത്രിപുര, മണിപ്പൂർ, സിക്കിം. ത്രിപുരയിലായിരുന്നു. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? കുമാരനാശാൻ, ചെറുശ്ശേരി, തകഴി, വള്ളത്തോൾ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളായിരുന്നു. KP കേശവമേനോൻ ഏതു പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു? മലയാള മനോരമ, ദീപിക, മാതൃഭൂമി, രാഷ്ട്രദീപിക. മാതൃഭൂമിയുടെ. ഹൃദയമിടിപ്പ് ഏറ്റവും കുറഞ്ഞ സസ്തനി ഏത്? വവ്വാൽ, പ്ലാറ്റിപ്പസ്, നീലത്തിമിംഗലം, എലി. ഹൃദയമിടിപ്പ് ഏറ്റവും കുറഞ്ഞ സസ്തനിയാണ് നീലത്തിമിംഗലം. ചബ്ഹാർ തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്?
ഇറാഖ്, ഇറാൻ, ഒമാൻ, ഖത്തർ. ചബ്ഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാനാണ്. ഇംഗ്ലീഷ് ഭാഷാ ദിനം ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 12, ഏപ്രിൽ 19, ഏപ്രിൽ 10, ഏപ്രിൽ 23. ഇംഗ്ലീഷ് ഭാഷാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23-നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഓസ്ട്രേലിയ, ഒമാൻ, ആഫ്രിക്ക, ഇന്ത്യ. ഏറ്റവും വലിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ലോക ഹോമിയോപ്പതി ദിനം ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 4, ഏപ്രിൽ 2, ഏപ്രിൽ 11, ഏപ്രിൽ 8. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 11-നാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് 70 നിലകളുള്ള ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്? മഹാരാഷ്ട്ര, മണിപ്പൂർ, ഉത്തർപ്രദേശ്, മേഘാലയ. മഹാരാഷ്ട്രയിലാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? 8, 7, 9, 6 മെഡലുകൾ. ഇന്ത്യ ഇതുവരെ 9 മെഡലുകളാണ് നേടിയിരിക്കുന്നത്. ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിസൈൽ രാജ്യം ഏത്? റഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, കുവൈത്ത്. ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിസൈൽ രാജ്യമാണ് കുവൈറ്റ്. ആദ്യത്തെ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം നടന്നത് ഏത് രാജ്യത്താണ്? അറേബ്യ, കൊറിയ, നേപ്പാൾ, മെക്സിക്കോ. നേപ്പാളിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഗോവ, കർണാടക, ന്യൂഡൽഹി, പഞ്ചാബ്. ന്യൂഡൽഹിയിലായിരുന്നു. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്റ്റാർ ഫിഷുകളെ കൊന്നൊടുക്കിയ രാജ്യം ഏത്? നേപ്പാൾ, ഓസ്ട്രേലിയ, സ്വീഡൻ, റഷ്യ. ഓസ്ട്രേലിയയായിരുന്നു. കേരളത്തിൽ ആകെ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര? 2.24 കോടി, 2.31 കോടി, 2.25 കോടി, 2 കോടി. 2.25 കോടി. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഒഡീഷ. ഉത്തരാഖണ്ഡായിരുന്നു. മികച്ച കാർഷിക സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏത്? ഗുജറാത്ത്, മണിപ്പൂർ, മഹാരാഷ്ട്ര, ഹരിയാന. മഹാരാഷ്ട്രയായിരുന്നു. ദിവസവും യോനിയിൽ വിരലിടുന്ന സ്ത്രീകളുടെ ലക്ഷണം? ഉരുണ്ട മുലകൾ, മെലിഞ്ഞ ശരീരം, അയഞ്ഞ യോനി, വികാരം കുറവ്. അയഞ്ഞ യോനിയായിരിക്കും.